എന്തായാലും US-ന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇറാന്റെ ഏതെങ്കിലും ഒഫീഷ്യൽ ഹാൻഡിലുകൾ ഇത് സ്ഥിരീകരിക്കുന്നുണ്ടോ? ആര്യ, ഒരിക്കലുമല്ല. അങ്ങനെ ഒരു കൺഫർമേഷൻ തലത്തിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം നിലവിലില്ല. ഒരുപക്ഷെ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ ഇറാന്റെ അവകാശവാദമാണ്. പക്ഷേ അത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായിട്ടോ അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കാവുന്ന സോഴ്സുകളിൽ നിന്നല്ല. പക്ഷേ ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ. ഔദ്യോഗികമായിട്ടുള്ള മാധ്യമമാണെങ്കിൽ പോലും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ചില സാറ്റലൈറ്റ് ഇമേജുകളും ഒരുപക്ഷെ ദൃശ്യങ്ങൾ എനിക്ക് തോന്നുന്നു ആ വിമാനത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലോ മറ്റ് CCTV പോലുള്ള ക്യാമറകളിൽ നിന്നോ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറകളിൽ നിന്നോ പകർത്തിയതാവാം. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ പരിപൂർണമായ ആധികാരികത ഉറപ്പുവരുത്താൻ നിലവിൽ കഴിയുന്നില്ല. ഇറാന്റെ അവകാശവാദമാണ് അമേരിക്കയുടെ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, F-15 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ളത്. പക്ഷേ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം വരുന്ന മണിക്കൂറുകളിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് എനിക്ക് തോന്നുന്നു ആ ദൃശ്യങ്ങൾ തന്നെ അങ്ങനെയാണെങ്കിൽ കാണിക്കാമെന്ന്. ആ ദൃശ്യങ്ങൾ അത് കുവൈറ്റിന്റെ അമേരിക്കയുടെ F-15 വിമാനം, യുദ്ധവിമാനമാണ്. അത് കുവൈറ്റിന് മുകളിൽ വന്ന് പതിക്കുന്ന ദൃശ്യങ്ങൾ. അതിലിപ്പോൾ പല തരത്തിൽ പല ആംഗിളുകളിലുള്ള ദൃശ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. നിലവിൽ അമേരിക്ക, ഇസ്രായേൽ, സൗദി, ഖത്തർ ഈ ഭാഗങ്ങളിലാണ് F-15 ഓപ്പറേറ്റ് ചെയ്യുന്നത്. F-15 ഓപ്പറേറ്റ് ചെയ്യുന്നത് അമേരിക്കയിലും ഇസ്രായേലിലും സൗദിയിലും പിന്നെ ഖത്തറിലുമാണ്. അപ്പോൾ F-15 കുവൈറ്റിൽ തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പുറത്ത് കണ്ടത് അതിന്റെ ഒരു ആംഗിൾ മാത്രമാണ്. അതല്ലാതെയും അത് പൂർണ്ണമായും അത് നോസ് ഡൈവ് ചെയ്ത് താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഇത് ഇറാൻ മാധ്യമങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ചില ദേശീയ നമ്മുടെ ഇവിടെയുള്ള ഇന്ത്യയിലെ രാജ്യാന്തര മാധ്യമങ്ങളും അത് പ്രചരിപ്പിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. طيارة حربية شوف 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 لا والله حربية طيارة حربية طيارة حربية شوف 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 അശ്വജിത്തിലേക്ക് പോകാം. അശ്വജിത്ത്, F-15 വെടിവെച്ച് വീഴ്ത്താൻ കുവൈറ്റിൽ പറക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ആകാശത്ത് പറക്കുന്ന ഒരു F-15 വെടിവെച്ച് വീഴ്ത്താൻ ഇറാന് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ്. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനിൽ ലൈവിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ ഇറാൻ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ അവകാശപ്പെട്ടത് തങ്ങളുടെ കയ്യിൽ ഇതുവരെ ലോകം കാണാത്തത്ര പ്രഹരശേഷിയുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ ആയുധങ്ങളുണ്ട്, അതെല്ലാം എടുത്ത് ഞങ്ങൾ പ്രയോഗിക്കാൻ പോകുകയാണ്, മറ്റ് ലോകരാജ്യങ്ങളൊക്കെ ഞെട്ടാൻ പോകുകയാണെന്ന തരത്തിലാണ് ആ അവകാശവാദം വന്നത്. ഒരുപക്ഷെ ഈ വാർത്തയും ഈ ദൃശ്യവും സ്ഥിരീകരിക്കാവുന്നതാണെങ്കിൽ അല്ലെങ്കിൽ അത് സത്യമാണെങ്കിൽ ആര്യ പറഞ്ഞതുപോലെ തന്നെ അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ ഏറ്റവും വലിയൊരു പ്രഹരമാണ്. കാരണം എല്ലാ ശത്രു സേനകളിൽ നിന്നും തങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്നും വലിയ അവകാശവാദത്തോടെ അമേരിക്ക അവതരിപ്പിക്കുന്നതാണ് ഈ F-15 വിമാനം. കാരണം ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ അത് ജെറുസലേമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതായത് ജെറുസലേമിലേക്കൊക്കെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ ഏറ്റവും കരുത്തുറ്റ അവരുടെ അയൺ ഡോമിനെ കീഴടക്കി അതിനകത്തേക്ക് ജെറൂസലേമിലേക്ക് വരെ മിസൈലുകൾക്ക്, ഡ്രോണുകൾക്ക്, ബാലിസ്റ്റിക് മിസൈലുകൾക്ക് എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഇറാന്റെ പ്രത്യാക്രമണം വളരെ ശക്തമാണ്. കഴിഞ്ഞ ദിവസം IRGC-യുടെ കമാൻഡർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പക്കലുള്ള ആയുധങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു വിവരവുമില്ല, നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറമുള്ള ആയുധ ശേഖരമുണ്ട്, അത് നിങ്ങൾ വരും ദിവസങ്ങളിൽ കാണാമെന്ന് പറഞ്ഞത് വെറും വാക്കാവുന്നില്ല. തീർച്ചയായിട്ടും ആര്യ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജെറുസലേമിൽ മിസൈൽ പതിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏതാണ്ട് സ്ഥിരീകരിച്ച വിവരം തന്നെയാണ്. കാരണം അതിൻ്റെ ആൾനാശമുണ്ടോ അല്ലെങ്കിൽ മറ്റ് നാശനഷ്ടം എത്രത്തോളമാണ് എന്നത് വരും മണിക്കൂറുകൾ അറിയാം. പക്ഷേ ഈ പ്രതിരോധ സംവിധാനങ്ങളെ, ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇറാൻ അയച്ച മിസൈൽ ജെറുസലേമിൽ പതിച്ചു എന്നത് വ്യക്തമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ IDF-ൻ്റെതായി മറ്റൊരു ട്വീറ്റ് കൂടെ വരുന്നു. അതായത് നിരവധി ഇറാനിയൻ മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്, അത് പ്രതിരോധിക്കാനുള്ള നീക്കത്തിലാണ് തങ്ങൾ എന്നൊരു ട്വീറ്റ് കൂടെ വരുന്നു. അപ്പോൾ ആക്രമണം വളരെ രൂക്ഷമായി തന്നെ ഇറാൻ ഇസ്രായേലിന് നേർക്ക് നടത്തുന്നുണ്ട്. അതിൽ ചിലത് ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഭേദിച്ച് ഇസ്രായേലിൽ പതിച്ചിട്ടുമുണ്ട്. അപ്പോൾ പരിപൂർണമായി ഇറാൻ പിന്നോട്ട് നിൽക്കുകയാണെന്നോ അല്ലെങ്കിൽ ഇറാൻ ഒരു അർത്ഥത്തിൽ താഴെ നിൽക്കുകയാണെന്നോ പറയാൻ കഴിയില്ല. അതിശക്തമായ തിരിച്ചടി തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയും ഇസ്രായേലിനെയൊക്കെ ചില ഘട്ടങ്ങളിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇറാൻ നൽകുന്നത്. അതിന്റെ സൂചനകളാണ് ഈ മണിക്കൂറിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് IDF തന്നെ സ്ഥിരീകരിക്കുന്നത്. അശ്വജിത്ത്, ജെറുസലേമിൽ ഉപയോഗിച്ചത് ക്ലസ്റ്റർ ബോംബുകളാണെന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ക്ലസ്റ്റർ ബോംബുകൾ 2008 കൺവെൻഷൻ പ്രകാരം അത് നിരോധിച്ചതാണ്. ഏത് യുദ്ധ സാഹചര്യത്തിലാണെങ്കിലും ശരി ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ജെറുസലേമിൽ ഇറാൻ ഉപയോഗിച്ചത് ക്ലസ്റ്റർ മ്യൂണിഷൻ ആണെന്ന വിവരം കൂടി വരുന്നുണ്ട്.
തീർച്ചയായിട്ടും അത് അങ്ങനെയെങ്കിൽ അത് വലിയൊരു പ്രത്യാഘാതം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായേക്കാം. അതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചിലത് ഒരു സംശയം എന്ന നിലയിൽ, അതായത് ജെറുസലേമിലൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത എന്ന തലത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ ക്ലസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു നാശനഷ്ടമായിരിക്കാം ജെറുസലേമിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഒരു ബോംബ് അല്ലെങ്കിൽ ഒരു മിസൈൽ അവിടെ പതിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് സ്ഥിരീകരണം ിലേക്ക് വരാം. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന അമേരിക്കയുടെ F-15 ഫൈറ്റർ ജെറ്റാണ്. അമേരിക്കയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റാണ് F-15. ആ F-15 കുവൈറ്റിന്റെ ആകാശത്തിൽ നിന്ന് താഴേക്ക് നോസ് ഡൈവ് ചെയ്ത് പടിയുന്ന ദൃശ്യങ്ങൾ. ഇതിന്റെ ഒരു ആംഗിളിലുള്ള ദൃശ്യങ്ങൾ മാത്രമല്ല, പല ആംഗിളിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ ഇറാനുമായി ചേർന്ന് നിൽക്കുന്ന അനുകൂലിക്കുന്ന സമൂഹ മാധ്യമ ഹാൻഡിലുകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ വസ്തുത എന്താണ്? ഒരു F-16 ഫൈറ്റർ ജെറ്റിന് വീഴ്ത്താൻ ഇറാന് കഴിഞ്ഞോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു സെറ്റ് ബാക്ക് ആണ്, ഒരു വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. F-16 ഫൈറ്റർ ജെറ്റ് തകർന്ന് താഴേക്ക് വീഴുന്ന ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ജെറുസലേമിലേക്കും ടെല്ലവീവിലേക്കും ഒക്കെ വ്യാപകമായ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ജെറുസലേമിലുള്ള ഉപയോഗിച്ചത് ക്ലസ്റ്റർ ബോംബുകളാണോ എന്നുള്ളതും സംശയമാണ്. കാരണം മനുഷ്യന് ഏറ്റവും അപകടകരമാണ്, എത്ര വലിയ യുദ്ധമാണെങ്കിൽ പോലും ഏറ്റവും അപകടകാരിയാണ് ക്ലസ്റ്റർ ബോംബുകൾ. അതായത് ഒട്ടേറെ ചെറു ബോംബുകൾ അടങ്ങിയതാണ് ഈ ക്ലസ്റ്റർ ബോംബ് എന്ന് പറയുന്നത്. അതിന് വേണമെങ്കിൽ കരയിൽ നിന്നോ അല്ലെങ്കിൽ സമുദ്രോപരിതലത്തിൽ നിന്നോ ആകാശത്ത് നിന്നോ പ്രയോഗിക്കാൻ കഴിയും. ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുൻപേ പൊട്ടി പലയിടത്തായി വീണ് ചിന്നിച്ചിതറി വലിയ പ്രദേശത്ത് ഭീകരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ക്ലസ്റ്റർ ബോംബുകൾ. അതുകൊണ്ട് തന്നെ അത് നിരോധിച്ചിരിക്കുകയാണ്. അത് ഉപയോഗിക്കരുതെന്ന കൃത്യമായ കരാറും ധാരണയും ലോകരാജ്യങ്ങൾ തമ്മിലുണ്ട്. ഇത് ആക്രമണശേഷവും ഈ ബോംബ് ലക്ഷ്യങ്ങളിൽ 40% വരെ പൊട്ടാതെ അവശേഷിക്കും. അതും വലിയ ഭീഷണിയാണ്.